ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മുതിർന്ന നേതാവ് SRPയെ കാണാൻ സാധിക്കുന്നുണ്ട്. ബിജു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ, വിജയരാഘവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആലപ്പുഴയുടെ മണ്ണിലേക്ക്, ആലപ്പുഴയിലെ പാർട്ടി ഓഫീസിലേക്ക് VS അച്യുതാനന്ദൻ തൻ്റെ അവസാന സന്ദർശനത്തിനായി എത്തുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നിലേക്ക് ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട പാർട്ടിക്കകത്ത് കരുത്തനായി നിന്ന VSഉം പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ നേരിട്ട VSഉം അങ്ങനെ ഏറെയുണ്ട് VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ. പക്ഷേ അത്തരം അനുഭവങ്ങൾക്കിടയിലും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെയാണ് VS അച്യുതാനന്ദൻ ജീവിതകാലം മുഴുവൻ മുന്നോട്ടു പോയത്. അത്രമേൽ കരുത്തുറ്റ പോരാട്ട വീര്യം ആയിരുന്നു VS അച്യുതാനന്ദൻ്റേത്. അത്രമേൽ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതം ആയിരുന്നു VS അച്യുതാനന്ദൻ്റേത്. ബാല്യകാലത്തടക്കമുണ്ടായ അനുഭവങ്ങൾ, ആ അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ ആണ് VS എന്ന രണ്ടക്ഷരം സ്ഫുടം ചെയ്തെടുത്തത് എന്നതാണ് VS എന്ന രാഷ്ട്രീയക്കാരൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരന് കമ്മ്യൂണിസത്തിൽ നിന്ന് ഒരല്പം പോലും അണുവിട പോലും വ്യതിചലിച്ച് ചിന്തിക്കാനാകുമായിരുന്നില്ല. മണ്ണിനു വേണ്ടി പോരാടുമ്പോൾ, മനുഷ്യത്വത്തിനു വേണ്ടി പോരാടുമ്പോൾ VS ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തന്നെയാണ് മുറുകെ പിടിച്ചിരുന്നത്. അതിൽ നിന്നൊരു തരി പോലും പിന്നോട്ട് പോകാൻ VS ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതും ആലപ്പുഴയുടെ മണ്ണിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരോട്ടമുള്ള മണ്ണിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കരുത്താർജിച്ച മണ്ണിൽ ജനിച്ച VS അച്യുതാനന്ദൻ, സമര പോരാട്ടങ്ങളിലൂടെ വളർന്ന VS അച്യുതാനന്ദൻ ആ ഭൂമികയിലേക്ക് തന്നെയാണ് ഇപ്പോൾ തിരികെ എത്തിയിട്ടുള്ളത്. ഇത് VS അച്യുതാനന്ദൻ്റെ അവസാന യാത്രയാണ്. ഇനി VS അച്യുതാനന്ദൻ ഈ പാർട്ടി ഓഫീസിലേക്ക് ഇല്ല. കാലങ്ങളോളം ചെലവഴിച്ചിരുന്ന വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VS അച്യുതാനന്ദൻ മറ്റൊരു ഇഷ്ടപ്പെട്ട ഇടത്തേക്ക് എത്തുകയാണ്. അവിടെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ തവണ രാഷ്ട്രീയ കേരളം ഉരുവിട്ടിട്ടുള്ള വീട്ടുപേരാണത്. ആ വീട്ടുപേരിൽ നിന്ന് പാർട്ടി ഓഫീസിലേക്ക്, ആലപ്പുഴയിലെ പാർട്ടി ഓഫീസിലേക്ക് VS അച്യുതാനന്ദൻ എത്തുന്നു. ഇത് VS അച്യുതാനന്ദൻ്റെ അവസാന യാത്രയാണ്. ആ യാത്രയിൽ ഇതാ അത്രമേൽ വലിയ ആൾക്കൂട്ടം നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ആൾക്കൂട്ടം, ജനപ്രവാഹം, അത്രമേൽ VSനെ സ്നേഹിച്ചിരുന്നവർ, VSനെ അറിഞ്ഞിരുന്നവർ, VSൻ്റെ പോരാട്ടങ്ങളുടെ ഗുണഭോക്താക്കൾ, അങ്ങനെ ആളുകൾ ഇരമ്പിയെത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഈ പാർട്ടി ഓഫീസിൽ കുറച്ച് സമയം മാത്രമാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മൃതദേഹം മാറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ജനബാഹുല്യത്തിനിടയിലൂടെ മൃതദേഹം പാർട്ടി ഓഫീസിനകത്തേക്ക് എത്തിക്കാൻ പോലും പാടുപെടുന്ന സാഹചര്യം ആണുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. പക്ഷേ ആളുകൾ ഒരല്പം പോലും പിൻവാങ്ങുന്നില്ല. കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ആളുകൾ VSനെ കാണാതെ മടങ്ങില്ല എന്ന നിലപാടിൽ ആണ്. അവരിപ്പോഴും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ഇതാ പാർട്ടി ഓഫീസിലേക്ക് VS എത്തുമ്പോൾ വിപ്ലവ മുദ്രാവാക്യങ്ങൾ, VSന് മരണമില്ല എന്ന മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തുന്നു. അവസാനമായി സഖാവിന് റെഡ് സല്യൂട്ട് നൽകുകയാണ് പ്രിയപ്പെട്ട നേതാക്കളും പ്രിയപ്പെട്ട പ്രവർത്തകരും.
ഇപ്പോഴാരും അങ്ങോട്ട് കയറി പറയേണ്ടതില്ല. വളരെ സ്പർശനമായി പാലിക്കുക. ആരെയും ഇപ്പൊ ഇങ്ങോട്ട് കടത്തിവിടേണ്ടതില്ല. ആരും ഇപ്പൊ ഇങ്ങോട്ട് കയറി പറയേണ്ടതില്ല. എല്ലാവരും